വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, CT സ്കാൻ റിപ്പോർട്ട്. ഏതാണ്ട് മിഠായി തെരുവ് എന്ന് വിളിക്കാവുന്ന തെരുവുകളാണ് ഇവിടം മുഴുവനും. ലോകത്തിലെ ഏറ്റവും നല്ല ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ അക്ഷരാർത്ഥത്തിലും ചോക്ലേറ്റ് ഉരുകി ഒഴുകുന്നത് കാണാം. പ്രതിവർഷം ഏതാണ്ട് 2 ലക്ഷം ടൺ ചോക്ലേറ്റാണ് ഇവിടെ നിന്ന് കയറ്റിപ്പോകുന്നത്. ഇവിടെ കാണുന്ന 10 പേരിൽ 8 പേരും തടിയന്മാരാണ്. ചോക്ലേറ്റും മധുരവുമായിരിക്കും അതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ റോഡുകളിലൂടെ കുറച്ചു ദൂരം കാഴ്ചകൾ കണ്ടങ്ങനെ പോയാൽ നമുക്ക് ഗ്രാൻഡ് പ്ലേസിലെത്താം. സഞ്ചാരികൾ കൂടുതൽ പേരും ബ്രസൽസിലെ ഗ്രാൻഡ് പ്ലേസ് അഥവാ ഗ്രാൻഡ് സ്ക്വയറിലായിരിക്കും എത്തുക. ഞാനും ഇപ്പോൾ ഗ്രാൻഡ് പ്ലേസിലാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് സ്ക്വയറിലാണ്. ഞാനിപ്പോൾ ബെൽജിയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു കൊച്ചു രാജ്യമാണ് ബെൽജിയം. വടക്ക് നെതർലൻഡ്, കിഴക്ക് ജർമ്മനി, തെക്ക് ഫ്രാൻസ്, തെക്ക് കിഴക്കായി ലക്സംബർഗ്, പടിഞ്ഞാറ് കടലാണ് വടക്കൻ കടൽ. മൊത്തം 30,000 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കൊച്ചു രാജ്യത്തിലെ ജനസംഖ്യ 12 ദശലക്ഷം. യൂറോപ്പിലെ താഴ്ന്ന രാജ്യങ്ങളിലൊന്ന്, തലസ്ഥാനം ബ്രസൽസ്. എല്ലാ സഞ്ചാരികളെയും പോലെ ഞാനും ബ്രസൽസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പ് യാത്രകളിൽ ഇങ്ങനെയാണ്. കുറേ ദൂരം യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പുകളിൽ നമ്മുടെ വാഹനം നിർത്തും. ഇവിടെയൊക്കെ ഒരു യൂറോ, അതായത് ഏതാണ്ട് 100 രൂപ കൊടുത്താൽ നമുക്ക് മൂത്രമൊഴിക്കാം. 1 യൂറോയുടെ കോയിൻ ഇല്ലെങ്കിൽ അതിനും കഴിയില്ല. അപ്പോൾ സഞ്ചാരികൾ 4 യൂറോ മുടക്കി ഒരു കോഫി കഴിക്കും. അപ്പോൾ ബാക്കി കിട്ടുന്ന 1 യൂറോ കോയിൻ കൊടുത്ത് അവർ മുള്ളും. ആകെയുള്ള ഗുണം നമുക്ക് ഇവിടെ വൈഫൈ ഫ്രീ ആയി ഉപയോഗിക്കാമെന്നുള്ളതാണ്. പിന്നെ സമീപ പ്രദേശങ്ങളെ ക്യാമറയിൽ പകർത്തുകയുമാവാം. ഈ വീട്ടുമുറ്റത്തെ ആപ്പിൾ പഴങ്ങളെ ഞാൻ അങ്ങനെ കണ്ടെത്തിയതാണ്. പ്രകൃതി രമണീയം എന്നൊന്നും പറയാനാവില്ല ഈ ഭൂപ്രദേശങ്ങളെ. കാരണം ഇതൊരു വ്യാവസായിക ഭൂമികയാണ്. സ്റ്റീലും സ്ഫടിക ധാതുക്കളും പിന്നെ സ്വാദൂറുന്ന തേൻനിലാവ് പെയ്യുന്ന ചോക്ലേറ്റുകളുടെ താഴ്വര കൂടിയാണ് ബ്രസൽസ്. ചരിത്ര പ്രസിദ്ധമായ ആട്രോമിയം കണ്ടു തുടങ്ങി. ബെൽജിയത്തിലെ ബ്രസൽസിലുള്ള അഭിമാന സ്തംഭം എത്തി. ഇത് 1958 ബ്രസൽസ് ലോക പ്രദർശനത്തിനൊരുക്കിയതാണ്. അതായത് ബ്രസൽസ് വേൾഡ് എക്സ്പോ 1958. ആൻഡ്രേ വാട്ടർകെയിൻ ആണ് ഈ ശില്പത്തിന്റെ ഡിസൈൻ എഞ്ചിനീയർ. ജീൻ പോളാക്കാണ് ആർക്കിടെക്ട്. 335 അടി ഉയരം, 59 അടി വ്യാസത്തിലുള്ള 9 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോളങ്ങൾ. ആറ്റോമിക ഫിസിക്സിന്റെ വളർച്ചയുടെ പ്രതീകമാണ് ഈ മനോഹര ശില്പം. ഇതിന്റെ 6 ഗോളങ്ങളിലേക്കും എസ്കലേറ്റർ വഴി നമുക്ക് സന്ദർശനം നടത്താം. ഏറ്റവും മുകളിലെ ഗോളത്തിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ഇരുന്നാൽ ബ്രസൽസ് മുഴുവനും
ആസ്വദിക്കാം. യൂറോപ്യൻ യൂണിയന്റെയും ബെൽജിയത്തിന്റെയും കൊടിതോരണങ്ങൾ കണ്ടു തുടങ്ങി. ബെൽജിയം ഗ്ലാസ് കൊണ്ട് പൊതിഞ്ഞ കൂറ്റൻ കെട്ടിടങ്ങളും വഴിയോരങ്ങളും പാർക്കുകളും ചരിത്ര സ്മാരകങ്ങളും കണ്ടു തുടങ്ങി. ബെൽജിയം കണ്ണാടികളിലൂടെ എൻ്റെ ക്യാമറ ബിംബങ്ങളെയും പ്രതിബിംബങ്ങളെയും പ്രതിഫലനങ്ങളെയും ചിത്രീകരിക്കാൻ തുടങ്ങി. ഫെഡറൽ ഏകാധിപത്യ ഭരണ സംവിധാനമുള്ള അതേസമയം പാർലമെന്റുള്ള രാജ്യം കൂടിയാണ് ബെൽജിയം. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി സങ്കീർണമാണ് ബെൽജിയം എന്ന് പറയാം. 3 പ്രവിശ്യകൾ കൂടുന്നതാണ് ബെൽജിയം. ഫ്ലെമിഷ് അഥവാ ഫ്ലാൻഡേഴ്സ്, വാലൂൺ അഥവാ വാലൂണിയ, പിന്നെ തലസ്ഥാന നഗരിയായ ഈ ബ്രസൽസ്. ഇവയിൽ ബ്രസൽസ് തന്നെയാണ് ബെൽജിയത്തിന്റെ കണ്ണായ സമ്പദ് സമൃദ്ധമായ സ്വതന്ത്രമായ പ്രദേശമോ തലസ്ഥാന നഗരിയോ എന്ന് പറയാം. ഫ്രഞ്ചും ഡച്ചുമാണ് ഇവിടുത്തെ പ്രധാന ഭാഷ. BC 22 മുതലുള്ള ചരിത്രമുണ്ട് ബെൽജിയത്തിന്. റോമ സാമ്രാജ്യത്തിന്റെ കഠിനമായ സ്വാധീനമുള്ള രാജ്യം കൂടിയാണ് ബെൽജിയം. 1830 ബെൽജിയം വിപ്ലവം ചരിത്ര പ്രസിദ്ധമാണ്. ആ വിപ്ലവത്തിലൂടെയാണ് ബെൽജിയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ യുദ്ധക്കളം എന്നൊരു വിശേഷണം കൂടിയുണ്ട് ബെൽജിയത്തിന്. വ്യാവസായിക വിപ്ലവത്തിലും ബെൽജിയത്തിന് കാര്യമായ പങ്കുണ്ട്. പിന്നെ എന്നെ ആകർഷിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഈ ഭൂമിയിൽ പാവങ്ങൾ എഴുതിയ വിക്ടർ ഹ്യൂഗോവിന്റെ കാൽപ്പാട് പതിഞ്ഞിട്ടുണ്ട് ഇവിടെ. വിഖ്യാതനായ ഫ്രഞ്ച് കവി ബോദലെയറുടെ പാദസ്പർശം ഏറ്റുവാങ്ങിയ ഭൂമി കൂടിയാണിത്. തീർന്നില്ല. മനുഷ്യരാശിയുടെ ചിന്തയ്ക്ക് തീ കൊളുത്തിയ കാറൽ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പിറന്ന ഭൂമി കൂടിയാണ് ഇവിടം. ബെൽജിയത്തിന്റെ തലസ്ഥാന നഗരി എന്നൊക്കെ പറയുമ്പോഴും ബ്രസൽസിന് യൂറോപ്യൻ യൂണിയനോട് കൂറുള്ള സ്വതന്ത്രമായ ഒരു ഭരണകൂടമുണ്ട്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഈ പെന്റഗൺ നഗരിയിൽ യൂറോപ്യൻ യൂണിയന്റെ പല പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളും കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നത് കാണാം. 2023 ജനസംഖ്യാ കണക്കനുസരിച്ച് ബ്രസൽസ് പെന്റഗൺ നഗരത്തിലെ ജനസംഖ്യ ഏകദേശം 2 ലക്ഷം വരും. വിസ്തീർണം 33 ചതുരശ്ര കിലോമീറ്റർ. ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും ഭാഷാപരമായും വൈവിധ്യമാർന്ന ഈ പെന്റഗൺ നഗരിയെ പല പല കോണുകളോ സോണുകളോ ആയി തരംതിരിച്ചിട്ടുണ്ട്. 4 ദിശകളെ കേന്ദ്രീകരിച്ചോ അല്ലാതെയോ തരംതിരിവുകളുണ്ട് ബ്രസൽസിന്. സെൻട്രൽ ക്വാർട്ടർ, റോയൽ ക്വാർട്ടർ, മാറലൻ ക്വാർട്ടർ, സേബ്ലോൺ ക്വാർട്ടർ, സ്റ്റാലിൻഗ്രാഡ് ക്വാർട്ടർ, സീൻ ക്വാർട്ടർ, മാരിടൈം ക്വാർട്ടർ, സ്ക്വയേഴ്സ് ക്വാർട്ടർ. അങ്ങനെ പോകുന്നു ഈ പെന്റഗണിന്റെ വിഭാഗീകരണം. ഈ റോഡുകൾ നിറയെ ഓപ്പൺ എയർ റെസ്റ്റോറന്റുകളും ബാറുകളും കടകമ്പോളങ്ങളുമാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും നിവർത്തിവെച്ച വലിയ കുടകൾക്ക് കീഴിലാണ് സഞ്ചാരികൾ ബിയർ നുണയുന്നതും സമയം ചെലവഴിക്കുന്നതും. ഏതാണ്ട് മിഠായി തെരുവ് എന്ന് വിളിക്കാവുന്ന തെരുവുകളാണ് ഇവിടം മുഴുവനും. ലോകത്തിലെ ഏറ്റവും നല്ല ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ അക്ഷരാർത്ഥത്തിലും ചോക്ലേറ്റ് ഉരുകി ഒഴുകുന്നത് കാണാം. പ്രതിവർഷം ഏതാണ്ട് 2 ലക്ഷം ടൺ ചോക്ലേറ്റ് ആണ് ഇവിടെ നിന്ന് കയറ്റിപ്പോകുന്നത്. ഇവിടെ കാണുന്ന 10 പേരിൽ 8 പേരും തടിയന്മാരാണ്. ചോക്ലേറ്റും മധുരവുമായിരിക്കും അതിന്റെ പിന്നിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഈ റോഡുകളിലൂടെ കുറച്ചു ദൂരം കാഴ്ചകൾ കണ്ടങ്ങനെ പോയാൽ നമുക്ക് ഗ്രാൻഡ് പ്ലേസിലെത്താം. സഞ്ചാരികൾ കൂടുതൽ പേരും ബ്രസൽസിലെ ഗ്രാൻഡ് പ്ലേസ് അഥവാ ഗ്രാൻഡ് സ്ക്വയറിലായിരിക്കും എത്തുക. ഞാനും ഇപ്പോൾ ഗ്രാൻഡ് പ്ലേസിലാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് സ്ക്വയറിലാണ്. എന്റെ മുന്നിൽ ഈ കൊടിയും പിടിച്ചു പോകുന്നത് തോമസ് കുക്ക് എന്ന ട്രാവൽ കമ്പനിയുടെ ഗൈഡാണ്. അയാളുടെ പോക്ക് കണ്ടില്ലേ? ഈ തെരുവിനെ കുറിച്ച് സഞ്ചാരികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ജോലിയാണ് അയാളുടെ. ആ സഞ്ചാരികളുടെ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാൻ. സഞ്ചാരികൾ ഏതോ പൂരപ്പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ഈ തെരുവിൽ എവിടെയോ അലയുകയായിരിക്കണം. ഇതാണ് നമ്മുടെ നിരുത്തരവാദ ടൂറിസം, ഇറസ്പോൺസിബിൾ ടൂറിസം. ഇവർ മലയാളികളാണ്. ലോകത്തെവിടെയാണെങ്കിലും മലയാളികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ. അവർ വിദേശത്ത് ഭക്ഷണ വിഭവങ്ങൾ കണ്ടാൽ അത് ഭക്ഷിക്കുന്നതിന് മുമ്പ് മൊബൈലിൽ പകർത്തും. പിന്നെ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെൽഫി എടുക്കും. അവർ കാഴ്ചകൾ കാണുന്നത് തന്നെ മൊബൈലിലൂടെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഫ്രഞ്ചും ഡച്ചുമാണ് ഭാഷ. ഫ്രഞ്ച് ഭാഷയിൽ ഇത് ഗ്രാൻഡ് പ്ലേസ് ആണ്. ഡച്ചിൽ ഇത് ഗ്രോട്ട് മാർക്കറ്റ് ആണ്, അതായത് ഗ്രേറ്റ് അഥവാ ബിഗ് മാർക്കറ്റ്. അതെ, ഇതൊരു ഭീമൻ മാർക്കറ്റ് ഭൂമികയാണ്. ഇവിടെ കിട്ടാത്തതായി ഒന്നും ഉണ്ടാവില്ല. ഫാഷൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും തൊപ്പികളും ബാഗുകളും ഷാളുകളും സുവനീറുകളും തേനീച്ച പറക്കുന്ന വിവിധതരം ചോക്ലേറ്റുകളും വീഞ്ഞും അടച്ചാറുകളും അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും. എന്നിരുന്നാലും എവിടെയും ഉരുകിയൊലിക്കുന്നത് ചോക്ലേറ്റ് തന്നെ. സഞ്ചാരികളുടെ തിരക്കും ചോക്ലേറ്റ് കടകളിലാണ്. പിന്നെ തിരക്കുള്ളത് സുവനീർ ഷോപ്പുകളിലാണ്. വെളുത്ത വീഞ്ഞാണ് ഇവിടുത്തെ സ്പെഷ്യൽ വീഞ്ഞ്. ജനവർ ആണ് ഇവിടുത്തെ പ്രാദേശിക മദ്യം. എന്നാലും കൂടുതലും ജർമ്മൻ, ഫ്രഞ്ച് മദ്യക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. വൈറ്റ് റമ്മിന്റെ വൈവിധ്യമാർന്ന ശ്രേണികൾ നമുക്കിവിടെ കാണാം. മദ്യക്കടകളിൽ എത്തുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. ഈ സ്ക്വയറിന് ചുറ്റും റോഡുകളാണ്. റോഡുകൾക്കപ്പുറം ഗ്രാമങ്ങളാണ്. ഇവിടെ വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. എന്നാലും അവിടെ സൈക്കിളുകൾ കാണാനുണ്ട്. പിന്നെ രാജകീയ പ്രൗഢിയിൽ ഒരു ട്രാമും കണ്ടു. ഗ്രാൻഡ് പ്ലേസ് സഞ്ചാരികൾക്കുള്ളതാണ്, നടത്തക്കാർക്കുള്ളതാണ്. ഇത് സഞ്ചാരികളുടെ ഭൂമിയിലെ സ്വർഗമാണ്. ഇവിടെ നിറയെ പുഷ്പാലങ്കൃതമാണ്. സമയം ഏതാണ്ട് ഉച്ചതിരിഞ്ഞ് 3 മണിയാണ്. സഞ്ചാരികൾ എത്തുന്നതേയുള്ളൂ. ബാറുകളും റെസ്റ്റോറന്റുകളും സഞ്ചാരികളെ കാത്ത് കിടക്കുകയാണ്. ഈ അതിമനോഹരമായ ചരിത്ര നഗരിയുടെ നിർമ്മാണം 11ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 17ാം നൂറ്റാണ്ടിലാണ് ഏതാണ്ട് അവസാനിച്ചത്. 1658 മുതൽ 1697 വരെ യൂറോപ്പിലുണ്ടായ 9 വർഷ യുദ്ധത്തിൽ, അതായത് 9 Years War, ഈ നഗരിയുടെ ഒട്ടുമിക്കവാറും ഭാഗങ്ങൾ തകർക്കപ്പെട്ടു. പിന്നീട് നടന്ന ഫ്രഞ്ച് വിപ്ലവവും ഈ നഗരിയെ വെറുതെ വിട്ടില്ല. പിന്നീട് 19ാം നൂറ്റാണ്ടോടെ പുനർനിർമ്മിച്ചതാണ്
ഈ കാണുന്ന ചരിത്ര ഗോപുരങ്ങളും കൊട്ടാരങ്ങളും. ഈ പെന്റഗണിൽ 5 കൂറ്റൻ കെട്ടിടങ്ങളാണ് ഉള്ളത്. റിലീഫ് കലാസങ്കേതങ്ങളാൽ സമ്പന്നമായ ഈ ഗോത്തിക്, നിയോ ഗോത്തിക് കെട്ടിടങ്ങൾ ഓഫ് വൈറ്റിലും സുവർണ്ണ നിറത്തിലും ചായം തേച്ച് മിനുക്കി വെച്ചിരിക്കുകയാണ്. ഈ കെട്ടിടങ്ങളുടെ ചുമരുകളിൽ അതിമനോഹരങ്ങളായ റിലീഫ് കലയുടെ അത്ഭുതങ്ങളും അതിശയങ്ങളും കാണാം. ഈ കാണുന്ന കെട്ടിട സമുച്ചയത്തിൽ 6 പ്രധാനപ്പെട്ട കെട്ടിടങ്ങളാണുള്ളത്. വിചിത്രമാണ് ഈ കെട്ടിടങ്ങളുടെ പേരുകൾ. ഇടത്തു നിന്ന് ആദ്യം കാണുന്ന കെട്ടിടം സ്പെയിനിലെ രാജാവ് എന്നറിയപ്പെടും, ദ കിങ് ഓഫ് സ്പെയിൻ. അപ്പം ഉണ്ടാക്കുന്നവർക്കായുള്ള ബേക്കേഴ്സ് കെട്ടിടമാണിത്. പിന്നെ കാണുന്നത് സഞ്ചി എന്നറിയപ്പെടുന്ന ദ ബാഗ് കെട്ടിടമാണ്. ഇത് ആശാരിമാർക്കുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള കെട്ടിടമാണ്. തൊട്ടടുത്ത കെട്ടിടം പെൺചെന്നായ ദ ഷീ വൂഫ് എന്നറിയപ്പെടുന്നു. ഇത് അമ്പെയ്ത്തുകാർക്ക് പ്രതിജ്ഞ എടുക്കാനുള്ള കെട്ടിടമാണ്. അടുത്ത കെട്ടിടം നാവികർക്കുള്ളതാണ്. നാവികരുടെ സംഗീതോപകരണമായ ബ്യൂഗിൾ, ദ കോർണറ്റ് എന്നാണ് ഈ കെട്ടിടം അറിയപ്പെടുന്നത്. അവസാനത്തെ കെട്ടിടം കുറുകൻ, ദ ഫോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതൊരു സ്കൂൾ കെട്ടിടമായിരിക്കണം. ഇത്തരത്തിൽ വിചിത്രമായ പേരുകളിലുള്ള സർക്കാർ കെട്ടിടങ്ങളും സ്വകാര്യ കെട്ടിടങ്ങളുമാണ് ഈ കെട്ടിട സമുച്ചയത്തിലുള്ളത്. അവയിൽ കൗതുകമുണർത്തുന്ന ചില പേരുകൾ മാത്രം പറയാം. നക്ഷത്രം, ദ സ്റ്റാർ; സുവർണമരം, ദ ഗോൾഡൻ ട്രീ; ഹംസം, ദ സ്വാൻ; കഴുത, ദ ഡോങ്കി; റോസ്, പേഴ്സ്; ജോസഫ് ആൻഡ് ആനി; മാൻ, ദ ഡീർ; സുവർണ വഞ്ചി, ദ ഗോൾഡ് ബോട്ട്; പ്രാവ്, ദ ഡവ്; മയിൽ, ദ പീകോക്ക്. ഇങ്ങനെ പോകുന്നു ആ പേരുകൾ. ഇത്തരം വിചിത്രങ്ങളും ചരിത്രങ്ങളുമാവണം 1998 ഈ പെന്റഗൺ ലോക പൈതൃക കെട്ടിടങ്ങളിൽ സ്ഥാനം പിടിച്ചു. ബ്രസൽസിന്റെ സിറ്റി ഹാൾ ഇവിടെയാണ്. ക്രിസ്മസും പുതുവർഷവും ഇവിടെ കെങ്കേമമാണ്. കൂടാതെ ബ്രസൽസിലെ പല പ്രധാന ഈവന്റുകളും ഇവിടെയാണ് നടക്കുക. ഏതാണ്ട് റിംഗ് റോഡുകൾ പോലെയാണ് ഈ പെന്റഗണിന് ചുറ്റുമുള്ള റോഡുകൾ. എല്ലാ റോഡുകളും പെന്റഗണിൽ നിന്ന് തുടങ്ങി പെന്റഗണിൽ തന്നെ അവസാനിക്കും. ഞാൻ പെന്റഗണും കഴിഞ്ഞ് കുറെ കൂടി മുന്നോട്ട് നടന്നു. മാർക്കറ്റുകളുടെ തിക്കും തിരക്കും കുറയാൻ തുടങ്ങി. പിന്നെ ബാറുകളും റെസ്റ്റോറന്റുകളും മാത്രം. എല്ലാം ഓപ്പൺ എയർ ബാറുകളും റെസ്റ്റോറന്റുകളുമാണ്. വലിയ ഭീമൻ കുടകൾക്ക് കീഴിലാണ് സഞ്ചാരികൾ ഇവിടങ്ങളിലൊക്കെ ബിയറും വീഞ്ഞും കുടിക്കുന്നതും ബെൽജിയം ഭക്ഷണം ആസ്വദിക്കുന്നതും. ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി. ബാറുകളും റെസ്റ്റോറന്റുകളും ദീപാലങ്കൃതമായി. സഞ്ചാരികളും കൂടി തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ നടക്കുമ്പോഴാണ് ഈ ബോർഡ് കണ്ടത്. ബോയർ മാഞ്ചർ പിസർ. ഉച്ചാരണം ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു ബാറും റെസ്റ്റോറന്റുമാണ്. ഗൂഗിൾ തർജ്ജമ നോക്കിയപ്പോൾ ഒരു രസം തോന്നി. ഏതാണ്ട് ഇങ്ങനെ: കുടിക്കുക, തിന്നുക, മുള്ളുക. ഈ റെസ്റ്റോറന്റിൽ സഞ്ചാരികളും ഏറെ സന്തോഷത്തിലായിരുന്നു. ഈ തെരുവിനും എന്തെന്നില്ലാത്ത സന്തോഷവും തിരക്കും ഉണ്ടായിരുന്നു. ഈ തെരുവിന്റെ പേര് ഓക്ക് സ്ട്രീറ്റ് എന്നാണ്. 10 അടി മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ബ്രസൽസിലെ വിഖ്യാതമായ മുള്ളുന്ന കുട്ടിയുടെ ചെമ്പ് ശില്പം കണ്ടത് ഇവിടെയാണ്. ദ മാനക്കൻ പിസ് എന്നാണത്രേ ഈ ശില്പം അറിയപ്പെടുന്നത്. സമ്പൂർണ്ണ നഗ്നനായ ഒരു കൊച്ചുകുട്ടി മുള്ളുന്നതാണ് ഈ ശില്പം. പക്ഷെ ഇവിടെ ശില്പം മുള്ളുന്നത് ശുദ്ധജലമാണ്. സഞ്ചാരികൾ ഈ ശില്പത്തിന് ചുറ്റും പടമെടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. 11ാം നൂറ്റാണ്ടിലെ ഒരു യുദ്ധത്തിനോടാണ് ഈ ശില്പം കൂടുതലും ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ ശില്പത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്, ചരിത്രമുണ്ട്, കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നിങ്ങനെ. അതായത് ല്യൂവനിലെ ഡ്യൂക്ക് ഗോഡ്ഫ്രൈ
ജിംബർജിനിലെ ഡ്യൂക്കുമായി യുദ്ധത്തിലായത്രേ പണ്ട്. ജിംബർജിനിലെ ഡ്യൂക്കിന്റെ പട്ടാളത്തിന്റെ പേര് ബെർത്തൌട്സ് എന്നത്രേ. 1142 ഈ യുദ്ധത്തിൽ ഡ്യൂക്ക് ഗോഡ്ഫ്രൈയുടെ പട്ടാളത്തിന് ആവേശം പകരാൻ ഡ്യൂക്കിന്റെ ശൈശവാവസ്ഥയിലുള്ള ഒരു ശില്പം യുദ്ധക്കളത്തിനരികെ ഒരു ഓക്ക് മരത്തിനരികെ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. അങ്ങനെയാണ് ഈ തെരുവിന് ഓക്ക് സ്ട്രീറ്റ് എന്ന പേരുണ്ടായത്. ഒരു അത്ഭുതം പോലെ ഡ്യൂക്കിന്റെ ഈ ശൈശവ ശില്പം ബെർത്തൌട്സ് പട്ടാളത്തെ മുള്ളി തോൽപ്പിച്ചു എന്നാണ് ഐതിഹ്യം. എന്തായാലും ഈ ശില്പവുമായി ബന്ധപ്പെട്ട കഥകൾ അവസാനിക്കുന്നില്ല. ഫ്രഞ്ച് വിപ്ലവത്തിൽ ബ്രസൽസിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴും ഈ ശില്പം വിപ്ലവത്തെ അതിജീവിച്ചു എന്നും പറയുന്നു. ഒരുപാട് തവണ ഈ ശില്പം മോഷ്ടിക്കപ്പെട്ടതായും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുനർനിർമ്മിതിക്ക് ശേഷമാണ് ഈ ശില്പം ഈ രൂപത്തിലും ഭാവത്തിലും നിൽക്കുന്നതത്രേ. ഞാനും ഈ അത്ഭുത ശില്പത്തിന്റെ നിഷ്കളങ്ക ചരിത്ര മൂത്രസ്നാനത്തിന് സാക്ഷിയായി ബ്രസൽസിൽ നിന്ന് മടങ്ങുകയാണ്. ഒരിക്കൽ കൂടി പെന്റഗൺ വലം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് മടങ്ങി. വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, CT സ്കാൻ റിപ്പോർട്ടർ.